ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരീശനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ലൂക്കോസ് 18:9-14 വരെയുള്ള വാക്യങ്ങൾ. പരീശൻ്റെ പ്രാർത്ഥന തന്നോട് തന്നെയായിരുന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ ഉപവസിക്കുകയും നേടുന്നതിൻ്റെ എല്ലാം പതാരം കൊടുക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്നതും തൻ്റേതായ മഹത്വവും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിച്ച പരീശൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിച്ചില്ല. ചുങ്കക്കാരൻ ദൂരെ മാറി നിന്ന് തന്നെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ പാപിയാ, എന്നോട് കരുണയുണ്ടാകണമേ. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ നീതീകരിക്കപ്പെടുകയും പാപമോചനം പ്രാപിക്കുകയും ചെയ്തു. അവൻ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ലൂക്കോസ് 18:13-14 വാക്യങ്ങൾ. പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത്. റോമർ 3:23 പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നാം എല്ലാവരും തന്നെ പാപികളാണ്. തൽഫലമായി നമ്മിലുള്ള ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാപമോചനത്തിൽ കൂടി ലഭിക്കുന്ന നീതീകരണത്തിൽ കൂടി മാത്രമേ നഷ്ടപ്പെട്ടുപോയ ദൈവ തേജസ് നമുക്ക് തിരികെ ലഭിക്കും. നാം പാപികളായി തീർന്നത് എങ്ങനെയാകുന്നുവെന്ന് യെശയ്യാവ് 1:2 പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത്, യഹോവയായ ദൈവം മക്കളെ പോറ്റി വളർത്തി, എന്നാൽ മക്കൾ ദൈവത്തോട് മത്സരിച്ച് പാപികളായി തീർന്നു എന്നാണ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത്, അപ്പം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ അവർ യഹോവയോട് മത്സരിച്ചു, പാപം ചെയ്തു. ഇസ്രായേൽ ജനത്തെ പോലെ നാമും ദൈവത്തോട് മത്സരിച്ചു കൊണ്ടല്ലേ യാത്ര ചെയ്യുന്നത്? ദൈവത്തോടുള്ള മത്സരം പാപമാണ് എന്ന് മനസ്സിലാക്കണം. സിൻ ഈസ് റിബല്യൻ അഗൻസ്റ്റ് ഗോഡ്. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവത്തോട് മത്സരിക്കുന്നവരല്ലേ നാം. ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു, പള്ളിക്ക് കൊടുക്കുന്നു, കർത്താസന്മാരെ കരുതുന്നു. ഇതെല്ലാം നാം ചെയ്യുന്നുണ്ട്. എങ്കിലും നാം ദൈവത്തോട് മത്സരിക്കുന്നവരല്ലേ? പിറുപിറുക്കുകയും പരാതി പറയുകയും ഞാൻ ആഗ്രഹിച്ചതൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടില്ലേ? ഇതെല്ലാം ദൈവത്തോടുള്ള മത്സരം തന്നെയാണ്. ഇവയെല്ലാം നമ്മിലുള്ള പാപ അവസ്ഥയാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ശമ്പളം ഉള്ളതുപോലെ പാപപ്രവൃത്തികൾക്കും ശമ്പളമുണ്ട്. ആ ശമ്പളം മരണമാണ്. റോമർ 6:23. മരണമെന്നത് 3 വിധത്തിലുള്ള വേർപാടുകൾ ആണ്. 1, ഫിസിക്കൽ സെപ്പറേഷൻ, ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും നഷ്ടപ്പെടുന്നതാ ശാരീരിക മരണം. 2, സ്പിരിച്വൽ സെപ്പറേഷൻ, ആത്മീക മരണം. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ജീവിച്ചിരിക്കുന്നുവെങ്കിലും പാപത്തിൽ മരിച്ച അവസ്ഥയാ ആത്മീക മരണം. 3, ഇറ്റേണൽ സെപ്പറേഷൻ, ദൈവത്തിൽ നിന്നും എന്നേക്കും വേർപെട്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് 2ാം മരണമെന്ന് വെളിപ്പാട് 20:14 പറയുന്നു. അതായത് എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടുക, പിന്നെ ഒരു തിരിച്ചു വരവ് ഇല്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എങ്കിലും പാപത്താൽ നാം മരിച്ചു പോകാതിരിക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. ഇവിടെയാണ് ദൈവകൃപ നാം അനുഭവിക്കുന്നത്. റോമർ 3:24 പറയുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഹിസ് ഗ്രേസ്. അതെ, അവൻ്റെ കൃപയാൽ സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 5:15 പറയുന്നത്,
ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ യേശുക്രിസ്തുവിനെ നമുക്കായി നൽകി എന്നതാ. റോമർ 5:8 പ്രകാരമാണ്, ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശുവിൻ്റെ ക്രൂശുമരണം നാം ഓരോരുത്തരുടെയും പാപം മൂലമായിരുന്നു. പാപത്തിൻ്റെ ഫലമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. യേശു കർത്താവ് കാൽവറിയിൽ എനിക്കായി മരിച്ചു. അതാണ് എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപ. നമ്മിലെ ഒരു നന്മയും കണ്ടുകൊണ്ടല്ല ദൈവം തൻ്റെ കൃപ ചൊരിഞ്ഞത്. പാപത്തിൻ്റെ ഫലമായി ദൈവ തേജസ് നഷ്ടപ്പെട്ട നാളിൽ നമ്മിൽ ഒരു നന്മയുമില്ല. എങ്കിലും ദൈവം യേശുക്രിസ്തുവിൽ കൂടി സൗജന്യമായി തൻ്റെ കൃപ പകർന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. തൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമ്മെ നീതീകരിച്ചിരിക്കുകയാൽ ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, കൃപയാൽ എന്നെ നിത്യജീവന്റെ അവകാശിയാക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാൽ സ്തോത്രം. ആമേൻ. കാളതന്റെ ഉടയവനേ, കഴുതതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു.